നിഖിലിന്റെ ഓഫീസിലേക്ക് കോള് പോകുന്നില്ലല്ലോ. ബെല്ലുണ്ട്. ഗുഡ് മോർണിംഗ്. നിഖിലിനൊന്ന് ഫോൺ കൊടുക്കൂ. നിഖിൽ ഉണ്ണിത്താൻ, ഞാൻ വൈഫാണ്. ആണോ? എത്ര ദിവസത്തേക്ക്? കാരണം എന്താണെന്നാ പറഞ്ഞേ? എന്തെങ്കിലും യാത്ര പോകുന്നു എന്നാണോ? ഓക്കെ, ശരി, താങ്ക് യു. ഇല്ല മുത്തശ്ശ, ഓഫീസിൽ ചെന്നിട്ടില്ല. പക്ഷെ വിളിച്ച് ഒരാഴ്ചത്തെ ലീവ് ചോദിച്ചിട്ടുണ്ട്. നല്ല സുഖമില്ലെന്ന് അവൻ കാരണം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓഫീസിൽ വിളിക്കാൻ വേണ്ടി അവന് ഫോൺ ഓണാക്കാനൊക്കെ അറിയാം. മുണ്ടി പോട്ടെ. പുഴുക്ക്, ഇടിയപ്പം, താറാവ് കറി. മതി മതി. ഹോർലിക്സ് എടുത്തില്ലേ ദേവി? ഓ, എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നിഖില് കഴിച്ചാ മതി. ഉച്ചക്ക് എന്താ ഊണിന്? കുത്തരി ചോറ്, നാടൻ കോഴിപ്പിരട്ട്, കക്ക തോരൻ, പൈനാപ്പിൾ പുളിശ്ശേരി, പാവയ്ക്ക മെഴുക്ക് വരട്ടി, പിന്നെ കരിമീൻ പൊരിച്ചത്. എന്റെ ശിവനെ, വയറ് നിറഞ്ഞു. കേട്ടോന്നില്ലേ, ഞാനീ ദേവിയുടെ ഭാര്യ ആയതുകൊണ്ട്, ദേവി എന്റെ ഭാര്യ ആയതുകൊണ്ട് പറയല്ല, ഇവളൊരു കരിമീൻ പൊള്ളിച്ചാലേ അതൊരു പൊരിക്കല് തന്നെ ആയിരിക്കും. അയ്യോ, മോൻ കഴിക്ക്. ഇത്രയും വേണ്ട, കുറച്ചു മതി. ഒരാഴ്ച ഇവിടെ നിന്നിട്ടേ ഈ തടിയൊക്കെ ഒന്ന് ബലപ്പെടുത്തിയിട്ട് പോയാ മതി. നീള കണ്ടാ തിരിച്ചറിയരുത്. അല്ല, ഇതിനിടയ്ക്ക് വല്യേട്ടനോ നിളയോ മറ്റോ നിഖിലിനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരൂ. എവിടെ? മോൻ ഇവിടെ കാണുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിക്കത്തില്ല. ആരോ വന്നല്ലോ. ഓ, തേങ്ങ കൊണ്ടുപോവാൻ ടെമ്പുവായിട്ട് രഘു വന്നതായിരിക്കും. ഞാനൊന്ന് നോക്കട്ടെ. മോൻ കഴിക്ക്, ഒന്ന് പെട്ടെന്ന് കഴിക്ക്. ഒരു ഇടിയപ്പം കൂടെ എടുക്കും. വേണ്ട, ഒരു ഇടിയപ്പം കൂടെ എടുക്കും. അയ്യോ, അവിടെ എന്താ? അവര് ആര്? അവര് വലിയേട്ടന് മീരെ നിളയും. അയ്യോ, അവരെ നിഖിലിനെ അന്വേഷിച്ചു വന്നതാ. മോനെ പെട്ടെന്ന് മുറിയിലേക്ക് മാറ്റി. ഞാൻ അവരൊന്ന് കാണട്ടെ. വേണ്ട മോനെ, മോൻ ചെല്ല്. കേക്ക്. ഞാൻ അവരൊന്ന് കണ്ടോട്ടെ. പോ, നീ പെട്ടെന്ന് പോ. കേറങ്ങോട്ട്. ചിറ്റപ്പ, അയ്യോ, ഇത് ആരൊക്കെയാ? അതിനെന്താത്ര അത്ഭുതം? ശ്രീദേവി ഞങ്ങളെ ആദ്യമായിട്ട് കാണുകയുള്ളൂ. അല്ല, സർപ്രൈസ് ആയിട്ട് വന്നപ്പോ. കേറി വാ നീരമോള്, കേറി വാ. വാ, ദേ സർപ്രൈസ് കൊണ്ട് വന്നിരിക്കുന്ന ആരാന്ന് നോക്കിയേ. വാ. വലിയേട്ടനോ? കാക്ക വിരുന്ന് വിളിച്ചപ്പോ എനിക്ക് തോന്നി ഇന്ന് ഗസ്റ്റ് ഉണ്ടാവോന്ന്. ഞങ്ങള് തറവാട്ടി പോയിരുന്നു. അവിടെ ആരെയും കാണാത്തപ്പോ ഇങ്ങോട്ട് വന്നു. ഞങ്ങള് ഇവിടെയാണല്ലോ സ്ഥിരം. ചിറ്റപ്പനും കുഞ്ഞമ്മയും മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇവിടെ. ഇപ്പൊ ഞങ്ങള് 3 പേരുണ്ട്. എന്തുവാ? അതെ, നീ മുറിയിലേക്ക് ചെല്ല്. നിഖിൽ ഈ ബഹളം കേട്ട് മിക്കവാറും പുറത്തു ചാടും. അവനെ ബ്ലോക്ക് ചെയ്യണം. ഒരു കാരണവശാലും ഇങ്ങോട്ട് വരരുത്, കേട്ടോ?
ചെല്ല്. തലകറക്കത്തിനുള്ള മരുന്ന് തീർന്നോന്ന് ഞാൻ മുറിയിലോ നോക്കിയിട്ട് പോ, വരാം. പോ, പോ, പോ. അടുത്തെങ്ങാനും വല്ല ആശുപത്രി ഉണ്ടോ? ഒരു ക്ലിനിക്കുണ്ട്. വേണ്ട, ആശുപത്രി പോകണ്ട. വല്യേട്ടാ, അച്ഛൻ എപ്പോഴും അങ്ങനെയല്ലേ പറയുന്നത്? എങ്കിലേ ഒരു കാര്യം ചെയ്യാൻ ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്കാം. എനിക്ക് എന്റെ നിഖിലിനെ ഒന്ന് കണ്ടാ മതിയായിരുന്നു. എന്റെ എല്ലാ അസുഖങ്ങളും മാറും. അതെ, മുത്തശ്ശൻ എന്താ പറ്റിയത്? ഒന്നുമില്ല. ക്ഷീണം കൊണ്ടൊരു തളർച്ച തോന്നി. ദേ, ഒരു കുഴപ്പമില്ലാതെ അവിടെ ഇരിക്കുന്നു. എനിക്ക് അങ്ങോട്ട് പോണം, മുത്തശ്ശനെ കാണണം. ഫസ്റ്റ് രാവിലെ ഞാൻ പറഞ്ഞതെല്ലാം മറന്നുപോയോ? അവരുടെ സംസാരം നീ ഇവിടെ നിന്ന് കേട്ടില്ലേ? വല്ല വിഷമമുണ്ടോ? ആ, ടെൻഷൻ കാണും ഉള്ളില്. പക്ഷേ ഉല്ലാസയാത്രക്ക് ഇറങ്ങിയതുപോലെ വള്ളിപ്പാൻറ്റും കയറ്റിട്ട് ഇറങ്ങിയിരിക്കുക മുത്തശ്ശൻ. നിന്റെ കാര്യം തുറന്നു പറഞ്ഞതുപോലുമില്ല. ദേ, അവരുടെ മുമ്പിലേക്ക് ചെന്ന് ദേണ്ടേ ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ചുമ്മാ നാണം കിടന്നോ? നീ ഒന്ന് ആലോചിച്ച്. പക്ഷേ മുത്തശ്ശൻ ആ തലകറക്കവും ക്ഷീണവും അഭിനയാണെങ്കിലോ? എനിക്കങ്ങനെ ഒരു സംശയമുണ്ട്. മോൻ ഇവിടെ ഉണ്ടെങ്കിൽ മുത്തശ്ശന് വയ്യാന്നറിഞ്ഞ നീ ഇറങ്ങിച്ചെല്ലുമെന്ന് അവർക്കറിയാം. അതിനുള്ള അഭ്യാസമായി ഈ സൂക്കേട്. ആ, ഇപ്പൊ അങ്ങോട്ട് ചെന്ന അവര് നിന്നെ കൊണ്ടുപോകും. മോൻ തോറ്റു പോവുകയും ചെയ്യും. അതുകൊണ്ടേ മോൻ ഇവിടെ തന്നെ നിൽക്ക്. ആ, BP കൂടിയിട്ട് തല ചുറ്റിയതാണോ ഡോക്ടർ? നോക്കിക്കോട്ടെ. ഇന്നലെ ഉറക്കമൊഴിഞ്ഞോ? 2 ദിവസമായി അച്ഛൻ ശരിക്കും ഉറങ്ങിയിട്ട്. മുത്തശ്ശൻ ബേബിക്ക് സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതാ. ഏത് മെഡിസിനാ? ആംലോകൈൻഡേറ്റി. അത് കണ്ടിന്യൂ ചെയ്തോളൂ. തൽക്കാലത്തേക്ക് ഞാൻ വേറൊരു ടാബ്ലറ്റ് തരാം. സ്ട്രെസ് ഒഴിവാക്കണം. എന്നും 8 മണിക്കൂർ ഉറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ റെസ്റ്റ് എടുത്തോളൂ. അങ്കിളിന് കുടിക്കാൻ ചായയോ കാപ്പിയോ കൊടുക്കാം. ആ, ഞാൻ ഇട്ടുകൊണ്ട് വരാം. ആ, ഞാനും വരാമേ. ഞാനും വരാം. ഞാനും വരാം. എനിക്ക് പ്രത്യേകിച്ച് മരുന്നൊന്നും വേണ്ട ഡോക്ടർ. അതെന്താ? വേണ്ട. ശരിക്കും തലചുറ്റിയതല്ല, അഭിനയമായിരുന്നു അല്ലേ? ആ, എനിക്ക് തോന്നി. എന്തിനാ അങ്ങനെ ആക്ട് ചെയ്തത്? ക്ഷമിക്കണം, ചില കുടുംബ വിഷയങ്ങളാണ്. ദേവി, വാ ഇങ്ങോട്ട്. നിങ്ങൾ എന്തിനാ മനുഷ്യ എന്റെ പുറകെ അല്ല നടക്കുന്നത്? ചായ എടുക്കണ്ടേ? ഞാൻ നീരെ നിലയൊന്ന് പ്രൈവറ്റ് ആയിട്ട് കാണാൻ പോവാ. അതെന്തിനാ? കാര്യമുണ്ട്. അതെ, ഒരു നെഞ്ചുവേദന വന്ന് നിഖിൽ എന്നെ രാവിലെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നിടത്താണ് സ്വപ്നം തുടങ്ങിയത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ആംബുലൻസിലാ ഡെഡ് ബോഡി കൊണ്ടുവന്നത്. നിഖിൽ ആകെ തകർന്നുപോയി. താഴേന്ന് കൃഷ്ണൻകുട്ടി
സെക്യൂരിറ്റി വക്കച്ചനും എല്ലാവരും കൂടി എന്നെ ഫ്ലാറ്റിലെത്തിച്ചു. ഏറ്റവും കൂടുതൽ കരഞ്ഞത് താനാടു, പിന്നെ ആ ക്ലാരി. തണുത്ത് മരവിച്ച എന്റെ ഈ മുഖത്ത് താൻ ഈ കണ്ണാടി വെച്ച് തന്നതുവരെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. എന്റെ തലക്കലിരുന്ന് ഭാഗവതം വായിച്ചതും കൃഷ്ണൻകുട്ടിയാ. ഉണ്ണിത്താനെ, നിഖില് തിരിച്ചു വന്നില്ലെങ്കിൽ അന്ന് ഞാൻ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാകും. അതിന് മാറ്റമില്ല. നീ ഇറങ്ങിക്കോ, ഇവിടം വരെ ഞാനുള്ളൂ. പുലിയെ പേടിയാണല്ലോ. ഞാൻ പോവാ. പനി കുറവുണ്ടോ? നിങ്ങളെന്താ ബാക്കായിട്ട്? ഞാൻ ഇവിടെ അങ്ങ് കൂടാന്ന് വിചാരിച്ചു. എന്താ? അതെ, ഇവിടെ സ്റ്റേ ചെയ്യാന്ന്. അത് പറ്റില്ല, സ്റ്റാഫിന് വേറെ അക്കോമഡേഷൻ ഉണ്ട്. ഇത്രയും സൗകര്യമുള്ള വീടുള്ളപ്പോ വേറെ അക്കോമഡേഷൻ എന്തിനാ? അത് പറ്റില്ല. രാജ് കിച്ചണിലെ സ്റ്റാഫിന് മുമ്പ് ഇവിടെ താമസ സൗകര്യം കൊടുത്തത് ഞാൻ അറിഞ്ഞല്ലോ. അത് പിന്നെ അസൗകര്യം ആയതുകൊണ്ടാ പറ്റില്ല എന്ന് പറഞ്ഞത്. ഇത് എനിക്ക് താമസിക്കാനുള്ള വീടാ. സാറ് താമസിച്ചോളൂ. ഈ വീടിന്റെ ഒരു കോണില് ഞാനും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോളാം. വേണ്ട, അത് ശരിയാവില്ല. ഇത്ര അപ്ഡേറ്റഡ് ആയ സാറിനെ പോലുള്ള ഒരാള് ഇങ്ങനെ പഴഞ്ചനായി ചിന്തിക്കുന്ന എന്തിനാ? ഗോസിപ്പ് ഭയന്നിട്ടാണോ? അച്ഛന്റെ പ്രായമുള്ള സാറ്, മകളുടെ പ്രായമുള്ള ഞാൻ, നമ്മൾ ഒരിടത്ത് താമസിക്കുന്നതിന്റെ പേരില് ആരെങ്കിലും അപവാദം പറഞ്ഞാൽ let them go and hang. അങ്ങനെ ഒരാളെ ഭയമില്ല എനിക്ക്. നീ പോയേ. സാറിനെ തന്നെയാണോ പേടി? യോ, അപ്പൊ എന്റെ റൂം ഏതാ? അയ്യോ സർ 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 ഓ. സർ 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 പ്ലീസ് സർ. അയ്യോ എന്നെ പിടിക്കണ്ട. എനിക്ക് പിടിക്കണ്ടെന്ന്. ഐ ആം ഓക്കേ. പിന്നെ കണ്ടില്ലേ, സാറിന്റെ ശരീരം വീക്കാ. എന്നോട് ഇറങ്ങി പോവാൻ പറഞ്ഞാ എനിക്ക് മനസ്സിലാവും. പക്ഷേ പനിയോട് ഇറങ്ങി പോവാൻ പറഞ്ഞാ അതിന് മനസ്സിലാവോ? ഇപ്പൊ സാറിന് മനസ്സിലായില്ലേ ഒരാൾ ഇവിടെ ഉള്ളത് നല്ലതാന്ന്? ഒന്ന് കാലിടറിപ്പോയാ വിടാതെ താങ്ങാൻ ഒരാള്. ഞാൻ വഴുതി വീഴുകയൊന്നുമില്ല. എന്നിട്ട് ഇപ്പൊ കണ്ടതോ? അത് ക്ഷീണം കൊണ്ട്. ആ ക്ഷീണം ശരീരത്തിന് ബലമില്ലാത്തതുകൊണ്ടാ. അതിന് കാരണം പനി ആയതുകൊണ്ട്. എന്നാലേ ഞാൻ പോവാണേ. എന്റെ റൂം ഏതാ? ഞാൻ ഈ റൂം എടുക്കുന്നേ. അതെ, ഞാൻ ഈ മുറിയിലൊന്ന് സെറ്റിൽ ആയിക്കോട്ടെ. ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് കാണാം. ബൈ. പിന്നെ ടെമ്പറേച്ചർ കുറഞ്ഞെന്ന് വെച്ച് പനി വിട്ടു മാറിയിട്ടില്ല. ജോസ് അച്ഛൻ പറഞ്ഞ എന്താണെന്നറിയോ? പനി വന്നാ മരുന്ന് കഴിച്ച ഒരാഴ്ച കൊണ്ട് മാറും, കഴിച്ചില്ലെങ്കിൽ 7 ദിവസം കൊണ്ട് മാറും. ജോസ് അച്ഛൻ പറഞ്ഞല്ല, ഒരു ബുക്കിൽ എഴുതി വെക്കേ. ഓ, എന്നിട്ട് ആരെങ്കിലും വായിൽ കുത്തിവെക്കേ. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. വേണമെങ്കിൽ അത് പുസ്തകാക്കാം. ജോസ് അച്ഛന്റെ കുറുമൊഴികൾ. അടിപൊളി. ആ ബ്രെഡ് താൻ എവിടെ വെച്ചത്? സാറിന് നല്ല ക്ഷീണമുണ്ട്. സാർ ഇവിടെ ഇരുന്നാ മതി. കഴിക്കാനുള്ളത് ഞാൻ കൊണ്ടുവന്ന് തരാം.
സെക്രട്ടറി ആയിട്ട് ഞാൻ ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ. ഇതെങ്കിലും ഒന്ന് കേട്ടൂടെ പ്ലീസ്? ദൈവമേ, ഇതിനെ മേയ്ക്കാൻ പാട് തന്നെ. ഇതെന്താ? കഞ്ഞി. ആർക്ക്? സാറിന്. ബ്രെഡാണ് ഞാൻ ചോദിച്ചത്. ഞാനതെടുത്ത് കളഞ്ഞു. കളയേ? ആര് പറഞ്ഞിട്ട്? ഫ്രിഡ്ജിലിരുന്ന് തണുത്ത് മര വെച്ച ബ്രെഡ്, അതും എക്സ്പയറി കഴിഞ്ഞ ബ്രെഡ്. കളയാതെ പിന്നെ ഞാനെന്ത് ചെയ്യാനാ? എനിക്ക് കഞ്ഞി വേണ്ട. കഞ്ഞി മാത്രല്ല, അതിന് പപ്പടം ഉണ്ട്, അച്ചാറും ഉണ്ട്. താനും കഴിച്ചാ മതി. ഞാൻ കഴിച്ചു. ലിമിറ്റ് വിട്ട് പെരുമാറുക താൻ, കേട്ടോ? ഇത് ഞാൻ അംഗീകരിച്ചു തരില്ല. ഈ പനിയൊന്ന് കുറഞ്ഞോട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ഞാൻ കഞ്ഞി കുടിക്കില്ല. പനി മാറണമെങ്കിൽ മതി. കഞ്ഞിയാണോ പനിക്കുള്ള മരുന്ന്? ഹൈ ടെമ്പറേച്ചറായിട്ട് കിടന്നപ്പോഴും ഇതുപോലെ പറഞ്ഞു, ബ്ലാക്ക് കോഫിയാണോ ചൂടിനുള്ള മരുന്നെന്ന്. എന്നിട്ട് കട്ടൻ കാപ്പി കുടിച്ചപ്പോ ചൂട് കുറഞ്ഞോ? ചൂട് കഞ്ഞി കുടിച്ച പനിക്ക് ആശ്വാസം ഉണ്ടാവും. എന്റെ ജോസച്ചൻ. നിന്റെ ജോസച്ചൻ? ജോസച്ചൻ ഒന്നും പറഞ്ഞില്ല. ദേ, ആന്റിബയോട്ടിക് കഴിക്കാനുള്ളതാ. വയറ്റിൽ എന്തെങ്കിലും ചെന്നില്ലെങ്കിൽ കുഴപ്പമാവും. കഞ്ഞിയായി ഏറ്റവും ബെസ്റ്റ്. ചൂടാറുന്നതിന് മുന്നേ കഴിക്കുന്നത് ബെസ്റ്റ് ആയിരിക്കും. എന്നോട് യുദ്ധം ചെയ്യാൻ പിന്നെ സമയമുണ്ട്. അങ്കിളും മീരാന്റിയും തമ്മിലുള്ള വിവാഹത്തിന് തീയതി വരെ ഫിക്സ് ചെയ്തല്ലേ? പിന്നെന്താ സംഭവിച്ചത്? ആന്റിയുടെ മോൻ സമ്മതിക്കുന്ന ഉറപ്പാക്കിയിട്ട് വേണമായിരുന്നു കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യാൻ. മനുഷ്യർക്ക് പനി വരുന്ന ആദ്യമായിട്ടല്ല, മരുന്ന് കഴിക്കുമ്പോ അതങ്ങ് മാറും. അതിലും വലിയ പ്രശ്നമായി ഈ വീട്ടില്. എന്റെ മോൻ എവിടെയാണെന്നറിയാതെ തീ തിന്നാ ഇവിടെ എല്ലാരും. അതാർക്കും അറിയണ്ടല്ലോ. അതും അറിയാം. ആന്റിയുടെ മോനൊന്നും സംഭവിച്ചിട്ടില്ല. അത് കുട്ടിക്ക് എങ്ങനെ അറിയാം? നിഖിലേട്ടന് എനിക്കങ്ങനെ വിളിക്കാലോ. ആ ചേട്ടൻ എവിടെയോ സേഫ് ആയിട്ടുണ്ട്. എന്തെങ്കിലും അപകടമോ പ്രശ്നമോ ആയിരുന്നെങ്കിൽ വാർത്ത വരുമായിരുന്നല്ലോ. മീഡിയ കണ്ണും തുറന്നിരിക്കല്ലേ. ഇനി നിഖിലേട്ടന്റെ കാര്യത്തില് എന്താണ് വാസ്തവത്തിൽ ഉണ്ടായതെന്ന് ഞാൻ പറയാം. പുള്ളിക്കാരൻ മനഃപൂർവ്വം മാറി നിൽക്ക. എന്തിന്? മീരാന്റിയുടെ വിവാഹം നടക്കാതിരിക്കാൻ. അതൊരു പക്ഷേ ചേട്ടന്റെ ബുദ്ധി ആയിരിക്കണമെന്നില്ല. ആരോ കസ്റ്റഡിയിൽ വെച്ച് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ് ഈ വീടിന്റെ ശത്രുക്കളെന്നൊന്ന് ആലോചിച്ച് നോക്ക്. അവരുടെ കൂടെ ഉണ്ടാവും നിഖിലേട്ടൻ. ചേട്ടൻ ഇന്നല്ലെങ്കിൽ നാളെ വരും. ഇവിടുത്തെ വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയും ചെയ്യും. പക്ഷെ മാനസികമായി തകർന്ന് ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജാങ്കിളിനെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. സർ, സർ, ആളിനെ കിട്ടി സർ. നിഖിലേട്ടനെ കണ്ടുപിടിച്ചു. എവിടുന്ന്? ആലപ്പുഴയിൽ അവരുടെ ബന്ധു വീട്ടിൽ നിന്ന്. ആലപ്പുഴയിൽ നിന്ന് ഫുൾ ഫാമിലി പുറപ്പെട്ടിട്ട് മണിക്കൂറുകളായി. തിങ്കളിനോട് ആരാ പറഞ്ഞേ? അതൊക്കെ സാറ്റലൈറ്റ് വഴി അറിഞ്ഞെന്ന് വിചാരിച്ചോളൂ. ആ ഭാഗം ഓക്കെ ആയ സ്ഥിതിക്ക് ഇനി ഈ ഭാഗം ഓക്കെ ആവേണ്ടിയിരിക്കുന്നു. സാറിന്റെ സൈഡേ. താനെന്താ ഉദ്ദേശിക്കുന്നേ? സാറും മീരാന്റിയും തമ്മിലുള്ള വിവാഹത്തിന് അനുകൂലമല്ലാത്തോണ്ടല്ലേ നിഖിലേട്ടൻ പിണങ്ങിപ്പോയത്? മൂപ്പര് തിരിച്ചു വന്നെങ്കിൽ അതിനർത്ഥം എന്താ? എതിർപ്പ് മാറിയെന്നല്ലേ? ഇനി നിങ്ങളുടെ വിവാഹത്തിന് തടസ്സമൊന്നുമില്ല.
നിർത്തിയെടുത്തുനിന്ന് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാം. രാജ് കിച്ചന്റെ കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളും. സാർ നേരെ ഫ്ലാറ്റിലേക്ക് ചെല്ല്. നിഖിലേട്ടനെ 6 എണീറ്റ് സ്വീകരിക്കേ. എന്നിട്ട് ആ കല്യാണം പെട്ടെന്ന് നടത്താൻ നോക്ക്. എന്നാ പിന്നെ ഞാൻ രാജ് കിച്ചണിലേക്ക് ചെല്ലട്ടെ. അല്ല, മീരാന്റിയോടുള്ള സ്നേഹം മനസ്സിൽ കുത്തി നിറച്ച് ഇങ്ങനെ നിന്നാ പോരാ. ഫുള്ളി ഒന്ന് റീലോഡായി രംഗത്തിറങ്ങിയേ പറ്റൂ. കേട്ടോ അങ്കിൾ? അങ്കിളോ? ഈ സാറ് വിളി ഭയങ്കര ബോറാ, വല്ലാത്തൊരു ഫോർമാലിറ്റി. അതേസമയം അങ്കിളെന്ന് വിളിക്കുമ്പോ എന്താ ഒരു ഇമ്പം, ഒരു കുളിർമ. ഞാൻ തന്റെ അമ്മാവനല്ല, ബോസാണ്. ഒഫീഷ്യലായ സന്ദർഭങ്ങളിൽ സാറെന്ന് വിളിക്കാം, അല്ലാത്തപ്പോ അങ്കിൾ. അതാ നല്ലത്. അപ്പൊ അത് ഫിക്സ് ചെയ്തു. കേട്ടോ അങ്കിളെ? പുറമെ ശാന്തത ഭാവിച്ചെങ്കിലും മുത്തശ്ശന്റെ ഉള്ളിലും വല്ലാത്ത പിടച്ചിലുണ്ടായിരുന്നു. അതിനിടയിൽ ഞാനും കൂടി കരഞ്ഞാലോ? അതുകൊണ്ട് മനസ്സിന് വലിയ ബലം ഉണ്ടെന്ന് ഞാൻ ആക്ട് ചെയ്തു. പക്ഷെ ആരും കാണാതെ കണ്ണു തുടയ്ക്കുന്നുണ്ടായിരുന്നു. അത് എന്റെ വിധിയോർത്തുള്ള സങ്കടം കൊണ്ടൊന്നുമല്ല. നിന്റെ കൂടെ ഇറങ്ങി തിരിച്ചപ്പോഴേ എന്റെ വിധി എന്താണെന്ന് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞതാണല്ലോ. അമ്മയും മുത്തശ്ശനും തകർന്നു പോകുന്നുള്ള ടെൻഷൻ കൊണ്ടാണ് ഞാൻ കരഞ്ഞത്. ഇനി എനിക്കൊന്ന് റിലാക്സ് ചെയ്യണം. അതാ ഞാൻ എന്റെ വീട്ടിൽ പോകുന്നത്. ഞാനൊരു ദിവസം മാറിയുന്നത് വലിയ തെറ്റാണെന്ന് എല്ലാരും പറഞ്ഞു. അപ്പൊ നീ കാണിക്കുന്നതോ അതും തെറ്റല്ലേ? നിങ്ങളോടെല്ലാം പറഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോകുന്നത് എങ്ങനെ തെറ്റാവും? ദേ, ആ താരതമ്യം വേണ്ട. നിങ്ങൾ എന്നോട് പകരം വീട്ടുക. എന്നോട് മാത്രമല്ല, അമ്മയോടും മുത്തശ്ശനോടുള്ള വെല്ലുവിളിയത്. അത്രയ്ക്കങ്ങ് ഡോസേജ് കൂട്ടി പറയണ്ട നീ. അമ്മയ്ക്കും മുത്തശ്ശനൊക്കെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. വീണ്ടും ഞാൻ പറയുക, നിള പോവണ്ട. 2 ദിവസം മുമ്പായിരുന്നെങ്കിൽ നീ ഈ പറഞ്ഞത് ഞാൻ കേൾക്കുമായിരുന്നു. ഇപ്പൊ നിന്റെ വാക്കുകൾ മുഖവിലക്കെടുക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നിള, ഞാൻ നിന്റെ ഹസ്ബൻഡാണ്. ഞാനേ നിന്റെ വൈഫാണ്. അതുകൊണ്ട് കൂടുതൽ സംസാരിച്ച് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. അമ്മ ഇത് കേൾക്കുന്നില്ലേ? നില, വേണ്ടമ്മേ. മീരാമ്മ പറഞ്ഞ എനിക്ക് അനുസരിക്കാതിരിക്കാൻ കഴിയില്ല. അമ്മയെ ധിക്കരിക്കാനും എനിക്ക് പറ്റില്ല. ഞാനാണെങ്കിൽ പോവാൻ തീരുമാനിക്കുകയും ചെയ്തു. മുത്തശ്ശ, സോറി. നിളേ, മോളെ നില, ആ ശ്രീദേവി തങ്കച്ചിയുടെ ബ്രെയിൻ വാഷിന് നീ നിന്നു കൊടുക്കണ്ടായിരുന്നു. 10,000 രൂപ വാങ്ങാൻ പോയതാ, അതൊട്ട് കിട്ടിയതുമില്ല. പക്ഷെ തങ്കച്ചി ആള് മോശമല്ല. അവര് പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. നിനക്കൊരു കുഞ്ഞുണ്ടാവണം. അരവിന്ദ് രാജയെ ഓവർടേക്ക് ചെയ്യണം. നില പ്രസവിക്കണം. പ്രസവിക്കണമെങ്കിൽ അവൾ പ്രഗ്നന്റ് ആവണം. നീ ഫ്ലാറ്റിലും അവള് വീട്ടിലും നിന്നാൽ എങ്ങനെ കാര്യം നടക്കും? ഫ്ലാറ്റിൽ ഇത്രയും നാളും ഒരുമിച്ചുണ്ടായിട്ടും ഒന്നും സംഭവിച്ചില്ല. ഇനി എന്തു ചെയ്യണമെന്ന് ആലോചിക്കും. നീ ഇങ്ങനെ താളം ചവിട്ടി നിന്നാൽ അരവിന്ദ് രാജ കയറി ഗോളടിക്കും. ഉള്ള സ്വത്ത് അയാളുടെ കൊച്ചിന് കിട്ടും. അത് മറക്കണ്ട. ഇവളുടെ മനസ്സ് ഇപ്പോഴും ഫ്ലാറ്റിൽ തന്നെ രവി. ഞാൻ വിളിച്ചപ്പോ ചോദിക്കോ എന്താ മീരാമേന്ന്. മിക്കവാറും ഇന്ന് തന്നെ മോള് ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോകുന്ന തോന്നുന്നേ. അതെന്തായാലും ഇല്ല അല്ലേ മോളെ? ഇവിടെ വന്നപ്പോ ഹേമ ഇല്ലാത്തതിന്റെ കുറവ് തോന്നുന്നുണ്ടോ നിനക്ക്? ഇല്ല, ഉഷച്ചിട്ടുണ്ടല്ലോ ഇവിടെ. പക്ഷെ പപ്പൂസേ, മീരാമ്മയും മുത്തശ്ശനെയൊക്കെ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നു. മുത്തശ്ശന്റെ വക എന്തെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തലുകൾ, ശാസനകൾ, അത് സോൾവ് ചെയ്യാനുള്ള മീരാമ്മയുടെ ഇടപെടലുകൾ. ഫ്ലാറ്റ് എപ്പോഴും ലൈവായിരുന്നു. ഇങ്ങോട്ട് വന്ന പോലെ നിനക്കിപ്പോ അങ്ങോട്ട് പോയാൽ മതി എന്ന് തോന്നുന്നുണ്ടോ? അത് പറ. നിള എങ്ങും പോകുന്നില്ല. ഇപ്പോഴത്തെ വരവ് ഒരാവശ്യമായിരുന്നു.
എന്ന് കരുതി തിരിച്ചു ചെല്ലണ്ടേ? ആ ഉഷേട്ടത്തേക്ക് മോളെ പറഞ്ഞേക്കാൻ തിരക്കായും തോന്നുന്നല്ലോ. രവിക്ക് മോളോടുള്ള വാത്സല്യം ഇച്ചിരി അധികമായതുകൊണ്ടാ അങ്ങനെ തോന്നുന്നത്. ഇവളിപ്പോ പഴയ കൊച്ചുകുട്ടിയല്ല, ഭാര്യയാണ്. അതിന്റേതായ ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ആരോടാ ചിറ്റ ഉത്തരവാദിത്തം കാണിക്കേണ്ടത്? ഭർത്താവിന്റെ വീട്ടുകാരോട്, അല്ലാതെ ആരോടാ? അതുപോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഉത്തരവാദിത്തങ്ങൾ ഭർത്താവിനുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള ചുമതലയും ഭർത്താവിനുണ്ട്. ഇല്ലേ ചിറ്റ പറ? നമുക്ക് തമ്മിൽ ഇങ്ങനെ തർക്കിക്കാം. കാരണം ഇത് നിന്റെ വീടാണ്, ഞാൻ നിന്റെ ചിറ്റയുമാണ്. അതായത് ഭർത്താവിന്റെ വീട് എന്റെ വീടല്ലാന്ന്, അവിടെ എനിക്ക് ഇവിടെ ഉള്ളതുപോലെയുള്ള സ്വാതന്ത്ര്യം ഇല്ലാന്ന്. ഉഷേട്ടത്തെ, നമ്മുടെ കാലത്തല്ല ഇപ്പോഴത്തെ കുട്ടികൾ ജീവിക്കുന്നത്. അവരുടെ കാഴ്ചപ്പാടുകളും വേറെയാണ്. രവി ഇങ്ങനെയല്ലേ പറയൂ, എനിക്കതറിയാം. നിള എന്ത് കുരുത്തക്കേട് കാണിച്ചാലും നീ അവളുടെ സൈഡല്ലേ നിൽക്കൂ. അതെ, ഞാൻ അങ്ങനെയാണ്, എന്നും അങ്ങനെ ആയിരിക്കും. എന്റെ മോളെ തള്ളി പറഞ്ഞിട്ട് എനിക്ക് ആരുടെയും പ്രീതി വേണ്ട, എനിക്കൊന്നും നേടുകയും വേണ്ട. ഇങ്ങനൊരച്ഛനും മോളും. ഇങ്ങനൊക്കെ പറയുമെങ്കിലും ഉഷേട്ടത്തേക്ക് നിന്നെ വലിയ കാര്യ. അറിയാം. അപ്പോഴേ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം പറയട്ടെ. ഇവിടെ വന്ന് ഇത്രയും നേരമായിട്ടും നിന്റെ മനസ്സിൽ മുത്തശ്ശനും മീരാമയും, അവരെ മോള് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അതെ പപ്പൂസ. അതുപോലെ ഫ്ലാറ്റിലായിരിക്കുമ്പോ മോള് എന്നെ ഹേമയെ മിസ് ചെയ്യാറുണ്ടോ? പപ്പൂസിനെ വല്ലപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ നീ? പപ്പൂസ ഇല്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? വല്ലപ്പോഴും അല്ല, എപ്പോഴും എപ്പോഴും എന്റെ മനസ്സിൽ നിങ്ങൾ രണ്ടുപേരും ഉണ്ട്. പപ്പൂസിനെ മറന്ന പിന്നെ നിങ്ങളുണ്ടോ? ഉണ്ട് പപ്പൂസ്. ഒരു ഷേപ്പില്ലാത്ത ദോശയായി പോയല്ലോ. ഇതെന്താ ദോശ ഇങ്ങനെ ഇരിക്കുന്നെ? ആ, എന്റെ ദോശയെ സൗന്ദര്യ മത്സരത്തിനൊന്നും കൊണ്ടുപോകുന്നില്ല. ആ, ഈ അടച്ചു വെച്ചിരിക്കുന്ന ചമ്മന്തിയാ. വേണമെന്നില്ല. വേണ്ടെങ്കി എടുക്കണ്ട. പിന്നെന്തിനാ പറഞ്ഞത് ചമ്മന്തി ഇരിപ്പുണ്ടെന്ന്? വേണമെങ്കിൽ ഞാൻ ചുട്ടുതരാൻ ദോശ. വേണ്ട. ഒരു നേരം ഫുഡ് ഉണ്ടാക്കി കഴിക്കാനുള്ള സ്വയം പര്യാപ്തതയൊക്കെ നിഖിലിനുണ്ട്. തിളവൊന്നുമില്ല. അയ്യോ, പൊള്ളിയോടാ. ആ, ചിലപ്പോ പൊള്ളിന്നൊക്കെ ഇരിക്കും. ഐ ഡോണ്ട് കെയർ. നീ മാറ്, ഞാൻ ചുടാം. വേണ്ട. മാറടാ, മാറ്. അയ്യോ വേണ്ടമ്മേ, അമ്മയുടെ മനസ്സിലുള്ള സ്നേഹമെല്ലാം അവന് തന്നെ കൊടുത്താൽ മതി. അതിൽ നിന്ന് എനിക്കുള്ള പങ്ക് ഞാനിങ്ങ് എടുത്തോളാം. ബുദ്ധിയുണ്ട്. ബുദ്ധിയേ ഉള്ളൂ. ശരിയെന്നാ, നീ അവന്റെ അടുത്തേക്ക് ചെല്ല. വിവരങ്ങൾ എന്നെ വിളിച്ചറിയിച്ചേക്കണേ. പിന്നെ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിരിക്കും. ശരി മീരാമ്മ. എന്താ ഇത്? ഞാനൊരു ഐറ്റം ട്രൈ ചെയ്തത്. അങ്കിൾ ഒന്ന് കഴിച്ചു നോക്കണം. ഇതിപ്പോ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു. കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് പറയും. അതാ അനുവാദം ചോദിക്കാതിരുന്നത്. ദേ, ചൂടോടെ കഴിക്കണം, അല്ലെങ്കിൽ ടേസ്റ്റ് കിട്ടില്ല. അങ്കിൾ, ഞാനെന്തായാലും ഉണ്ടാക്കിക്കൊണ്ട് വന്നില്ലേ, ഒന്ന് രുചിച്ചു നോക്കണം.
എങ്ങനെയുണ്ട്, കൊള്ളാം? പറയങ്കിൾ. ബോറായിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞ അത് വലിയൊരു കള്ളമായിരിക്കും. അസലായിരിക്കുന്നു എന്നല്ല പറയേണ്ടത്, സൂപ്പർ. താങ്ക് യു സോ മച്ച്. സോറി. എന്തുകൊണ്ടാ ഇത് ഉണ്ടാക്കിയെന്ന് മനസ്സിലായോ? മഷ്റൂം ആദ്യത്ര മനസ്സിലാക്കാൻ അല്ല. അല്ലേ? പിന്നെന്താ? അങ്കിള് പറ, വലിയ ഷെഫല്ലേ? കിട്ടുന്നില്ലല്ലോ. എന്നാലേ മീൻ മുട്ടയാ സംഭവം. അതെ, മീൻ മുട്ട കൊണ്ടുണ്ടാക്കിയ അടയാണിത്. റിയലി? എന്നിട്ട് മീന്റെ സ്മെല്ലില്ലല്ലോ. അതിനൊരു പൊടിക്കൈയുണ്ട്. അതെന്താ? അതെന്താണെന്ന് മറ്റൊരു എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. ഇതൊക്കെ ഉണ്ടാക്കാൻ തിങ്കൾ എവിടുന്ന പഠിച്ചേ? സ്വന്തം പാചക പരീക്ഷണങ്ങളാ ഇതൊക്കെ. ജന്മസിദ്ധമായ കഴിവുള്ളവർക്ക് ഇത്രയും രുചികരമായ ആഹാരം ഉണ്ടാക്കാൻ പറ്റൂ. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു അങ്കിൾ. അങ്കിൾ എപ്പോഴാ ഫ്ലാറ്റിൽ പോകുന്നത്? ഏത് ഫ്ലാറ്റിൽ? മീരാന്റെ കാണണ്ടേ? കാണണം, സംസാരിക്കണം. അതൊരാവശ്യ. നാളെ ഒരു അവസരത്തിൽ. വേണ്ട, അതെന്റെ പേഴ്സണൽ മാറ്റർ. തിങ്കൾ ഇടപെടണ്ട. ഞാൻ ഇടപെടും, നോക്കിക്കോ. ഹലോ, വൈഫ് ഹൗസിലാണോ നീ? ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി. നിളയ്ക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. എന്തൊക്കെ? പോപ്കോൺ, കടല, ബലൂൺ ഒക്കെയുണ്ട്. ബലൂണോ? നിങ്ങളെന്താ സ്കൂൾ കുട്ടികളാ ബലൂൺ ഊതി പറപ്പിക്കാൻ? അല്ല, ഒരു ഫാന്റസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അത് പോട്ടെ, വാഴയിലയിൽ പൊതിഞ്ഞ സ്പെഷ്യൽ സാധനം മറന്നുപോയോ? അതും വാങ്ങിയിട്ടുണ്ട്. എന്നാ വീട്ടിലേക്ക് വിട്ടോ. ദേ, ഇന്ന് നീ ശരിക്കും നിളയുടെ ഭർത്താവാകണം. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്നാ ചെല്ല്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കണ്ട. ഈ വരുന്ന രാത്രി നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രിയാണെന്ന് നീ ഓർത്തോ? എനിക്കറിയാം.